ശബരിമല സ്വർണ്ണപ്പാളി വിഷയവുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് തന്നെയാണ് നമ്മൾ ആദ്യം പോകുന്നത്. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം വിജിലൻസിന് നൽകിയ മൊഴിയിൽ സർവത്ര ആശയക്കുഴപ്പമാണ്. മൊഴിയും ദേവസ്വം രേഖകളുമായി പൊരുത്തപ്പെടുന്നില്ല. ചോദ്യം ചെയ്യലിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ആരോപണങ്ങൾ നിഷേധിക്കുകയും ചെയ്തു. രേഖാമൂലം ചെമ്പുപാളി തന്നത് ഉദ്യോഗസ്ഥരാണെന്നും വീഴ്ച സംഭവിച്ചത് അവർക്കാണെന്നുമാണ് മൊഴി നൽകിയിരിക്കുന്നത്. താനടക്കം 3 പേർ ചേർന്നാണ് സ്വർണം പൂശാനുള്ള ചെലവ് വഹിച്ചതെന്നും ഉണ്ണികൃഷ്ണൻ വിജിലൻസിന് മൊഴി നൽകിയിരിക്കുകയാണ്. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുന്നു. ദിസ്ന, ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിൽ സർവത്ര ആശയക്കുഴപ്പം നിലനിൽക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി നിലവിൽ ദേവസ്വം വിജിലൻസിന് നൽകിയ മൊഴിയിൽ വലിയ രീതിയിലുള്ള വൈരുദ്ധ്യങ്ങളുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മൊഴിയും ദേവസ്വം രേഖകളുമായി പൊരുത്തപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, തനിക്ക് തന്നത് ചെമ്പുപാളി തന്നെയാണ്, ഇതിൽ ഉദ്യോഗസ്ഥർക്കാണ് വീഴ്ച പറ്റിയത്, അല്ലെങ്കിൽ അവരോട് പോയി ചോദിക്കൂ എന്നുള്ള ഒരു നിലപാടിലേക്കാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി നീങ്ങുന്നത്, അല്ലേ? തീർച്ചയായും രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്ത്, എവിടെ, എങ്ങനെ, ആര് എന്നീ ചോദ്യങ്ങൾ മാത്രമാണ് നിലനിൽക്കുന്നത് എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ടത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ നൽകിയ മൊഴി അനുസരിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രധാനമായും പറയുന്നത് ഉദ്യോഗസ്ഥർക്കാണ് വീഴ്ച പറ്റിയത്, തനിക്ക് യാതൊരു തരത്തിലുള്ള വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്നത് തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത്. അതായത് തനിക്ക് ലഭിച്ചത് ചെമ്പുപാളിയാണ്, അത് രേഖാമൂലം തൻ്റെ കയ്യിലുണ്ട്. മാത്രമല്ല തങ്ങൾ 3 പേർ ചേർന്നാണ് ഇത്തരത്തിൽ സ്വർണം പൂശിയത് എന്ന് സംബന്ധിച്ചൊരു മൊഴിയാണ് നൽകിയത് എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വാസുദേവൻ നൽകിയ പീഠമാണ് കാണാതായത്, താൻ പരാതിയുമായി രംഗത്ത് വന്നിട്ടില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് രോഹിണി ഉണ്ണികൃഷ്ണൻ പോറ്റി ഇന്നലെ നൽകിയ മൊഴിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. 3:30 ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെത്തുന്നത്. തുടർന്ന് 7:15 വരെ ഈ ചോദ്യം ചെയ്യൽ നീണ്ടു നിന്നു എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പറയുന്നു, ഈ സ്വർണ്ണപ്പാളി ഉപയോഗിച്ച് താൻ ഒരിക്കലും പണപ്പിരിവ് നടത്തിയിട്ടില്ല, താൻ കൊണ്ടുപോയ സ്ഥലങ്ങളിൽ ഇത് കൊണ്ടുപോകാൻ പാടില്ല എന്നത് തനിക്ക് അറിയില്ലായിരുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞു വയ്ക്കുന്നത്. പ്രാർത്ഥനകളും പൂജകളും മാത്രമാണ് നിലവിൽ നടത്തിയത്. താനടക്കം 3 പേർ ചേർന്നാണ് സ്വർണം പൂശാനുള്ള ചെലവ് വഹിച്ചതെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി വിജിലൻസിന് മൊഴി നൽകുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യവും എടുത്തു പറയുന്നു, 15 ലക്ഷം രൂപ ഇതിനുവേണ്ടി തനിക്ക് ചെലവായെന്നും ഈ മൊഴിപ്പകർപ്പിൽ വ്യക്തമാക്കുന്നുണ്ട് എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വർണം പൂശാൻ ചില സാങ്കേതിക തടസ്സം വന്നതിലാണ് ചെന്നൈയിലേക്ക് എത്തിക്കാൻ വൈകിയതെന്നും മൊഴി നൽകുന്നു. അപ്പോൾ ഇത്തരത്തിൽ വിശകലനം ചെയ്യുകയാണെങ്കിൽ മൊത്തത്തിലുള്ളൊരു വൈരുദ്ധ്യം ഈ മൊഴികളിൽ കാണുന്നു. ദേവസ്വം രേഖകളിലും വൈരുദ്ധ്യമുണ്ട് എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രോഹിണി, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആരാണ് പ്രതിക്കൂട്ടിൽ എന്ന കാര്യത്തിൽ വലിയൊരു സംശയം, അല്ലെങ്കിൽ അത് യഥാർത്ഥത്തിൽ തെളിഞ്ഞു വരുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തുകയാണ് എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഉൾപ്പെടെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട്, താൻ ഒരിക്കലും കുറ്റം ചെയ്തിട്ടില്ല, തൻ്റെ മേലുള്ളത് ഒരു ആരോപണം മാത്രമാണ്, തൻ്റെ അന്തസ്സ് തിരിച്ചു കൊണ്ടുവരാൻ തനിക്ക് സാധിക്കുമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റി വ്യക്തമാക്കിയിരുന്നു. അപ്പോൾ അത്തരത്തിൽ കൃത്യമായ തെളിവുകൾ തൻ്റെ പക്കലുണ്ട് എന്നത് തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ള കാര്യം. തനിക്ക് തന്ന രേഖകളിൽ ഉൾപ്പെടെ ചെമ്പാണ് എന്നത് വ്യക്തമാക്കിയിരുന്നു എന്നത് തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി നൽകിയിട്ടുള്ളത്. എന്തായാലും വരും ദിവസങ്ങളിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിളിപ്പിക്കുമെന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 4ാമത്തെ തവണയാണ് ഇത്തരത്തിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട ആളുകളിലേക്കും ചോദ്യം ചെയ്യൽ നീളും എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോടതിയുടെ കീഴിലുള്ള ഒരു വിഷയമായതുകൊണ്ട് രഹസ്യ സ്വഭാവം ഉണ്ടായിരിക്കണമെന്നൊരു പ്രത്യേക നിർദ്ദേശവും കോടതി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. നമുക്കറിയാം, ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ള സംഘടനകൾ നാളെ മുതൽ ഇത്തരത്തിൽ പ്രതിഷേധവുമായി രംഗത്ത് വരികയാണ്. നമുക്കറിയാം, ഭക്തർക്കൊപ്പം എന്നൊരു ടാഗ് ലൈൻ തന്നെയാണ് രോഹിണി ഉപയോഗിക്കുന്നത് എന്ന് തന്നെയാണ് ഇന്നലെ ഒക്കെ പുറത്തു വന്ന ഈ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ ഉൾപ്പെടെ ഫണ്ടുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വാർത്തകളിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ, പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടുകൊണ്ട് വലിയ രീതിയിൽ രാഷ്ട്രീയമായ ഒരു കളി ഉണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ഈ സ്വർണ്ണപ്പാളി കവർച്ചയുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ മൊഴികളിലൊക്കെ തന്നെയും വലിയ രീതിയിലുള്ള വൈരുദ്ധ്യമുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് മാത്രമല്ല ദിസ്ന, നമുക്കറിയാം
നമുക്കറിയാം വളരെ വിദഗ്ധമായിട്ടാണ് ഇത്തരം വൈരുദ്ധ്യ മൊഴികൾ നൽകുന്നത് തന്നെ. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി കുടുങ്ങുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതിൽ ഏതൊക്കെ ഉദ്യോഗസ്ഥരാണ് ഇടപെട്ടത്, അവരിലേക്ക് കൂടി അന്വേഷണം എത്തണം എന്നുള്ളതും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ഈ സഹായിച്ച ഉദ്യോഗസ്ഥരിലേക്ക് കൂടി അന്വേഷണം എത്തുകയും ചോദ്യം ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്യേണ്ടതാണ്. പക്ഷേ എത്രത്തോളം സുതാര്യമായിരിക്കും ഈ അന്വേഷണം എന്നുള്ളതാണ് ഒരു വലിയ ചോദ്യചിഹ്നമായി നിൽക്കുന്നത്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി തനിച്ചല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ടാണല്ലോ ഇത്തരത്തിൽ ഈ കോടിക്കണക്കിന് രൂപ നഷ്ടം വരുന്ന തരത്തിലേക്ക് സ്വർണ്ണപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈകളിലെത്തുകയും അത് ചെമ്പ് പാളിയായി മാറുകയും തുടർന്ന് അത് വീടാന്തരങ്ങൾ കൊണ്ട് നടന്ന് പൂജിച്ചൊരു പ്രദർശന വസ്തുവാക്കി പണം പിരിച്ചതുമെല്ലാം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി സകല അടവുകളും പ്രയോഗിച്ചുകൊണ്ട് മൊഴികളിൽ വൈരുദ്ധ്യം സൃഷ്ടിക്കുകയും മലക്കം മറിയുകയും ഒക്കെ ചെയ്യുന്നത് സ്വാഭാവികം മാത്രമാണ്. പക്ഷേ അന്വേഷണം കൃത്യമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് തുടങ്ങി മറ്റ് ഉദ്യോഗസ്ഥരിലേക്ക്, ദേവസ്വം ഉദ്യോഗസ്ഥരിലേക്ക് കൂടി എത്തേണ്ടത് അങ്ങേയറ്റം അനിവാര്യമായ കാര്യം തന്നെയല്ലേ? ആരാണ് കൃത്യമായി ഈ ചരടുവലികളൊക്കെ നടത്തിയത്, ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സഹായിച്ചത് എന്ന അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തേണ്ടത് തന്നെയല്ലേ ഏറ്റവും പെട്ടെന്ന് തന്നെ? തീർച്ചയായും രോഹിണി സൂചിപ്പിച്ചത് തന്നെയാണ് പ്രധാനമായ കാര്യമെന്ന് പറയുന്നത്. ആരാണ് ഇതിന് പിന്നിൽ, അത് മാത്രമാണ് ഇനി അറിയേണ്ടത്. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴികൾ ഇങ്ങനെ മാറ്റി മാറ്റി പറയുമ്പോഴൊക്കെ തന്നെയും എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്, ഇതിനു പിന്നിൽ ആരൊക്കെയോ ഉണ്ട്. അത് ആരാണ് എന്നതാണ് വ്യക്തമായി മനസ്സിലാക്കേണ്ടത്. നേരത്തെ രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ ഉദ്യോഗസ്ഥർക്കിടയിലേക്ക് കൃത്യമായ അന്വേഷണം എത്തുക, അതുമാത്രമാണ് ഇതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒപ്പമുള്ള മറ്റ് സ്പോൺസർമാരായ അനന്ത സുബ്രഹ്മണ്യം, രമേശ് എന്നിവരെയും ചോദ്യം ചെയ്യും എന്നത് തന്നെയാണ് വിജിലൻസ് പറയുന്നത്. പക്ഷേ രഹസ്യ സ്വഭാവമുള്ളൊരു കേസ്, പ്രധാനമായും ഇത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നത് തന്നെയാണ് സർക്കാരിൻ്റെ ഭാഗത്തുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. എന്തായാലും ഈ മൊഴികളിലെ വൈരുദ്ധ്യമൊക്കെ വന്നതുകൊണ്ട് തന്നെ ഇരുട്ടിൽ തപ്പുന്ന ഒരു സമീപനത്തിലേക്ക് സർക്കാർ പോകുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. ചിലപ്പോൾ പ്രതിക്കൂട്ടിൽ ദേവസ്വം ബോർഡിലെ ജീവനക്കാർ ഉൾപ്പെട്ടിട്ടുണ്ടാവാം. അത്തരത്തിലാവുകയാണെങ്കിൽ എന്തായാലും സർക്കാരിന് ഏറ്റ വലിയൊരു പ്രഹരം എന്ന് തന്നെ നമുക്കിതിനെ പറയാൻ സാധിക്കും. എന്തായാലും മൊഴികളിൽ വലിയ രീതിയിലുള്ള വൈരുദ്ധ്യം കൊണ്ടുവരുന്നു. കൃത്യമായി തൻ്റെ കയ്യിൽ രേഖകളുണ്ടെന്ന ആത്മവിശ്വാസത്തോടെ പറയുന്നു. കൃത്യമായി അത് കൊടുക്കേണ്ടിടത്ത് താൻ കൊടുക്കുമെന്ന് പറയുന്നു. അത്തരത്തിൽ വലിയ രീതിയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട എന്തൊക്കെയോ മറയ്ക്കാൻ ശ്രമിക്കുന്നു എന്നത് തന്നെയാണ് നമുക്ക് വളരെ കൃത്യമായി പറഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ കേസ് അല്ലെങ്കിൽ ഈ തെളിവെടുപ്പ് ഉൾപ്പെടെ സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ച് മറ്റ് സ്പോൺസർമാരെ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രോഹിണി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സ്വർണ്ണപ്പാളി, അതായത് ഭഗവാന്റെ അല്ലെങ്കിൽ ഭക്തർ ഏറ്റവും വിശ്വാസമായി കാണുന്ന ആ ഒരു സംഭവം കൊണ്ടുപോയത് താൻ പ്രാർത്ഥനകളും പൂജകളും നടത്താനാണെന്ന് ലഘൂകരിക്കുകയാണ് ഇപ്പോഴും ഉണ്ണികൃഷ്ണൻ പോറ്റി ചെയ്യുന്നത് എന്നത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. രോഹിണി, ശരി ദിസ്ന. ഏതായാലും ശബരിമല സ്വർണ്ണപ്പാളി കവർച്ചയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം വിജിലൻസിന് നൽകിയ മൊഴിയിൽ സർവത്ര ആശയക്കുഴപ്പമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. മൊഴിയും ദേവസ്വം രേഖകളുമായി പൊരുത്തപ്പെടുന്നില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നതെന്ന് മാത്രമല്ല, ചോദ്യം ചെയ്യലിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ആരോപണങ്ങളെല്ലാം നിഷേധിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. ചെമ്പ് പാളി തന്നത് ഉദ്യോഗസ്ഥരാണെന്നും അവർക്കാണ് വീഴ്ച സംഭവിച്ചത് എന്നുമാണ് മൊഴിയിൽ കൃത്യമായി തന്നെ പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സുതാര്യമായ ഒരു അന്വേഷണം ഈ വിഷയത്തിൽ ഉണ്ടായാൽ മാത്രമേ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർ ആര് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകുകയായിരുന്നു ദിസ്ന സുരേഷ്.